ബി.ജെ.പിക്കെതിരായ വോട്ടുകൾ എങ്ങനെ ഛിന്നഭിന്നമാക്കാമെന്നാണ് കോൺഗ്രസിന്റെ ചിന്തയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ രാഹുൽ രാജ്യത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശം. ദില്ലിയിലും യു.പിയിലും കോൺഗ്രസ് കൈക്കൊണ്ട സമീപനം ബി.ജെ.പിയെ സഹായിക്കുന്നതാണ്. ബി.ജെ.പി തകരണം എന്നതിന് ഉതകുന്ന നിലപാടാണോ കോൺഗ്രസ് കൈക്കൊള്ളുന്നതെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നു. ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ വന്ന രാഹുൽ ഗാന്ധി പരസ്യമായി പറയാണ്, ഇടതുപക്ഷത്തെ കുറിച്ച് ഒരു അക്ഷരം എതിരായിട്ട് പറയില്ല. നിങ്ങൾ മത്സരിക്കാൻ വന്നത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ നോക്കാനാണല്ലോ. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോ അത്തരമൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുമ്പോ രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്താ? ഇടതുപക്ഷം പരാജയപ്പെടുത്തേണ്ടതാണ്. എം.കെ. രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടത് നഗ്നമായ തെരഞ്ഞെടുപ്പ് അഴിമതിയെന്ന് പി. മോഹനൻ. രാഘവന്റെ കരച്ചിൽ തിരക്കഥ പ്രകാരം തയ്യാറാക്കിയതാണ്. വാർത്തയ്ക്ക് പിന്നിൽ CPIM ആണെന്ന ആരോപണം ബാലിശമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം രാഘവന്റെ കോഴയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒഴിഞ്ഞുമാറി. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി എം.കെ. രാഘവൻ കോഴ വിവാദത്തിൽ കുടുങ്ങിയതിനു പിന്നിൽ CPIM ആണെന്ന രാഘവന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ആരോപണത്തിനെതിരെയാണ് ശക്തമായ പ്രതികരണവുമായി CPIM ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ എം.കെ. രാഘവനെ CPIM ജില്ലാ സെക്രട്ടറി പി. മോഹനൻ വെല്ലുവിളിച്ചു. നടന്നത് നഗ്നമായ അഴിമതിയാണ്. കോഴ ആരോപണത്തിന് മറുപടി പറയാതെ രാഘവൻ കരച്ചിൽ നാടകം നടത്തുകയാണ്. രാഘവന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും പി. മോഹനൻ ആവശ്യപ്പെട്ടു. തികച്ചും ബാലിശമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ ശ്രീ എം.കെ. രാഘവനെ ഞങ്ങൾ CPIMന്റെ ജില്ലാ നേതൃത്വം വെല്ലുവിളിക്കുകയാണ്. ആ ആരോപണം തെളിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് സമൂഹത്തിൽ ഇത് വെളിവാക്കപ്പെട്ടതോടെ സ്വയം അപഹാസ്യനായതിനെ തുടർന്ന് ഉണ്ടായ ഗതികേട് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. എം.കെ. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും പി. മോഹനൻ അറിയിച്ചു. അതേസമയം രാഘവൻ കോഴ ആവശ്യപ്പെട്ട വാർത്തയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒഴിഞ്ഞുമാറി. ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് ചെന്നിത്തല ക്ഷുഭിതനായി. എനിക്കിതേ സംബന്ധിച്ച് പറയാനുള്ളതൊക്കെ ഞാൻ മുഖത്ത് വെച്ചും പറഞ്ഞു, ഇവിടെ വെച്ചും പറഞ്ഞു. ഇനി എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എം.കെ. രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കളക്ടർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. ഒളിക്യാമറ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരുമെന്ന് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന. ഹോട്ടൽ തുടങ്ങുന്നതിനായി ഭൂമി ലഭ്യമാകാൻ സഹായം ആവശ്യപ്പെട്ട് MP-യെ സമീപിച്ചവരോട് 5 കോടി കോഴയായി ആവശ്യപ്പെട്ടുവെന്നാണ് എം.കെ. രാഘവനെതിരായ വാർത്ത പുറത്തായതിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ബി.ജെ.പി സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷി കോൺഗ്രസിലേക്ക്. വാരണാസി സീറ്റ് മുരളി മനോഹർ ജോഷിക്ക് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തതായി സൂചന. പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനും നീക്കം. അതേസമയം മുരളി മനോഹർ ജോഷിയെയും LK അദ്വാനിയെയും അനുനയിപ്പിക്കാൻ ബി.ജെ.പിയുടെ ശ്രമം ആരംഭിച്ചു. നരേന്ദ്രമോദി ഏകാധിപത്യത്തിൽ ലോക്സഭാ സീറ്റ് പോലും നിഷേധിക്കപ്പെട്ട ബി.ജെ.പി സ്ഥാപക നേതാവായ മുരളി മനോഹർ ജോഷി കോൺഗ്രസിലേക്കെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് നേതാക്കൾ പലതവണ മുരളി മനോഹർ ജോഷിയുമായി ചർച്ച നടത്തി. 2014 വരെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന വാരണാസി ലോക്സഭാ മണ്ഡലം വാഗ്ദാനം ചെയ്തു. സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവും മുരളി മനോഹർ ജോഷിയുമായി സംസാരിച്ചു. വാരണാസിയിൽ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. മോദി എത്തിയതിനെ തുടർന്ന് വാരണാസിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മുരളി മനോഹർ ജോഷിക്ക് 2019 മത്സരിക്കാൻ മണ്ഡലം പോലും ബി.ജെ.പി നൽകിയില്ല. ഇതറിയിക്കാനെത്തിയ ദൂതനോട് മുരളി മനോഹർ ജോഷി പൊട്ടിത്തെറിച്ചിരുന്നു. എന്തുകൊണ്ട് മോദിയോ അമിത്ഷയോ തന്നോട് സംസാരിക്കുന്നില്ല എന്നാണ് ജോഷി ചോദിച്ചത്.
മത്സരിക്കരുതെന്ന് ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടെന്ന് വ്യക്തമാക്കി. തൊട്ടടുത്ത ദിവസം കാൺപൂരിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് മുരളി മനോഹർ ജോഷി എഴുതിയ കുറിപ്പും BJPയെ വെട്ടിലാക്കി. 5 വർഷത്തിനു ശേഷം പാർട്ടി നേതൃത്വത്തെ വിമർശിച്ച് ബ്ലോഗ് എഴുതിയ LK അദ്വാനിയും BJP വിടുമെന്നാണ് സൂചന. അദ്വാനിയുടെ ബ്ലോഗിനെ പിന്തുണച്ചുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തിയത് രാഷ്ട്രീയ നീക്കത്തിന്റെ സൂചന നൽകുന്നു. ഇരുവരെയും അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും സജീവം. അദ്വാനിയുമായി ബന്ധം പുലർത്തുന്ന വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് മധ്യസ്ഥ ചർച്ച നടത്തിയേക്കും. RSS തലവൻ മോഹൻ ഭഗതും മുതിർന്ന നേതാക്കളെ അവഗണിച്ച മോദി നിലപാടിനെതിരാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ RSS സജീവമല്ല. അമിത്ഷായോട് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അനുനയിപ്പിക്കാനും RSS ആവശ്യപ്പെട്ടിരിക്കുന്നു. മുരളി മനോഹർ ജോഷി പ്രതിപക്ഷത്തേക്ക് പോയാൽ സംഘപരിവാർ സംഘടനകൾക്ക് അത് വൻ തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുസ്ലിം വർഗീയ സംഘടനകളോട് അനുഭാവ സമീപനമുള്ള ലീഗ് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. എന്നാൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന കൂടുതൽ അപകടകരമായ വർഗീയത ഉണ്ടാക്കാനാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ വർഗീയ വിരുദ്ധ നിലപാടുകളെ ദുർബലപ്പെടുത്തുമെന്നും MA ബേബി മലപ്പുറത്ത് അഭിപ്രായപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ടും SDP-യും മറ്റും നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയ പ്രവർത്തനങ്ങളോട് ഒരു അനുഭാവപൂർണമായ സമീപനം പിന്തുടരുന്നു എന്ന അർത്ഥത്തിൽ ലീഗ് വളരെ വിമർശിക്കപ്പെടേണ്ട തരത്തിലുള്ള തെറ്റായ ഒരു രാഷ്ട്രീയ പാതയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആദിത്യനാഥിന്റെ വിമർശനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കൂടുതൽ തീവ്രമായി വർഗീയ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാറിന്റെ ഒരു ഗൂഢ പദ്ധതി അതിന്റെ ഭാഗമായിട്ട് വേണം കാണാൻ. ക്യാൻസർ ജലദോഷത്തെ കുറ്റം പറയുന്നത് പോലെയാണ് ആദിത്യനാഥ് മുസ്ലിം ലീഗിന്റെ വർഗീയതയെ കുറ്റം പറയുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് പല തലങ്ങളിൽ കോൺഗ്രസിന്റെ വർഗീയ വിരുദ്ധ നിലപാടിനെ ദുർബലപ്പെടുത്തും എന്നത് CPIM വളരെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. പാകിസ്ഥാന്റെ F-16 വിമാനം തകർത്തെന്ന ഇന്ത്യയുടെ വാദം തള്ളി അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ. പാകിസ്ഥാന് നൽകിയ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ലെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചെന്ന് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പുൽവാമ ആക്രമണത്തെ തുടർന്ന് രൂക്ഷമായ ഇന്ത്യ പാക് സംഘർഷ സമയത്ത് അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ വിമാനത്തെ തകർത്തെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. അമേരിക്കൻ നിർമ്മിത F-16 വിമാനത്തിൽ ഉപയോഗിക്കുന്ന അമ്രാം മിസൈൽ അവശിഷ്ടങ്ങൾ ഇന്ത്യ പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ F-16 വിമാനം തകർന്നിട്ടില്ലെന്ന് US സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു രാജ്യത്തിന് നേരെ ഉപയോഗിക്കരുതെന്ന ഉപാധികളോടെ നൽകിയ F-16 വിമാനങ്ങളെല്ലാം പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് US പ്രതിരോധ വിഭാഗം അറിയിച്ചെന്ന് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. വിമാനം വെടിവെച്ചിട്ടെന്ന ഇന്ത്യൻ അവകാശവാദത്തിനു പിന്നാലെ പാകിസ്ഥാൻ അമേരിക്കയെ വിമാനം പരിശോധിക്കാൻ ക്ഷണിച്ചിരുന്നു. പാകിസ്ഥാനിലെത്തി F-16 വിമാനങ്ങൾ അമേരിക്ക എണ്ണി തിട്ടപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട്. MiG-21 ഉപയോഗിച്ച് അഭിനന്ദൻ വർത്തമാനാണ് പാകിസ്ഥാൻ വിമാനം തകർത്തത്. പാക് അതിർത്തിക്കുള്ളിൽ വിമാനം വീഴുന്നതിന് സാക്ഷികളുണ്ട്. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ ഇന്ത്യ കണ്ടെടുത്തെന്നും വിദേശകാര്യ മന്ത്രാലയം അന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഒരിടവേള. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രത്യേക CBI കോടതിയിൽ പ്രാഥമിക വാദം ആരംഭിച്ചു. നടിയുടെ ഹർജിയും കേസിന്റെ പ്രത്യേക സ്വഭാവവും പരിഗണിച്ച കോടതി രഹസ്യ വിചാരണയ്ക്കുള്ള അനുമതി നൽകി. അതേസമയം നടിയുടെ സ്വകാര്യതയെ ബാധിക്കാത്ത രേഖകൾ പ്രതികൾക്ക് നൽകാമെന്ന് പ്രതികളുടെ ഹർജി പരിഗണിച്ച് കോടതി അറിയിച്ചു. വിശദാംശങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നു. വിഷ്ണു, എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ഈ ഘട്ടത്തിൽ? ആനന്ദ്, പ്രതികൾക്കെതിരെ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയ തെളിവുകളും കുറ്റങ്ങളും നിലനിൽക്കുമോ എന്ന കാര്യമാണ് ഇപ്പോൾ കോടതി പ്രാഥമിക പരിശോധന ഹർജി പരിഗണിക്കുന്നത്. എന്തായാലും ഈ ഒരു കുറ്റപത്രത്തിൽ നൽകിയിട്ടുള്ള തെളിവുകളും എല്ലാം കോടതി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച പ്രതികളുടെയും പ്രോസിക്യൂഷന്റെയും വാദം കോടതി കേൾക്കും. ഇതിനുശേഷം വരുന്ന കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിയാകും ദിലീപിനെതിരെയും മറ്റു പ്രതികൾക്കെതിരെയും കുറ്റം ചുമത്തിയുള്ള വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. ദിലീപ് ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രതികളും ഇന്ന് എറണാകുളത്തെ പ്രത്യേക CBI കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ വിട്ടുകിട്ടണമെന്ന പ്രതികളുടെ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കുകയുണ്ടായി. നടിയുടെ സ്വകാര്യതയെ ബാധിക്കാത്ത എല്ലാ രേഖകളും പ്രതികൾക്ക് നൽകുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ആവശ്യപ്പെടുന്ന മെഡിക്കൽ പരിശോധനാ ഫലങ്ങളും അതുപോലെ ദൃശ്യങ്ങളും നടിയുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഈ ഒരു കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഹർജി ദിലീപ് സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി
ഈ കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 1-ാം തീയതിയിലേക്ക് മാറ്റി. എന്തായാലും ആ ഒരു കേസിൽ കൂടി ഒരു വിധി ഉണ്ടാകുന്നത് വരെ, ആ ഒരു ഹർജിയിൽ കോടതി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ദിലീപിനെതിരെ കുറ്റം ചാർത്തേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനം. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ച തെളിവുകളും കുറ്റപത്രങ്ങളും അതിന്റെ സാധുതയും മാത്രമാണ് ഇപ്പോൾ കോടതി പരിശോധിക്കുന്നത്. രഹസ്യ വിചാരണയായിരിക്കും ഇന്ന് ഉണ്ടാവുക. നടിയുടെ ഒരു ഹർജിയും ഇത് സംബന്ധിച്ച ഹർജിയും കൂടാതെ വനിതാ ജഡ്ജ് വേണം കേസിന് എന്നുള്ള ആ ഒരു ആവശ്യവും കോടതി പരിഗണിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യ വിചാരണയ്ക്കുള്ള അനുമതി ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത്. എന്തായാലും അടുത്ത മാസം 1-ന് ഈ ദിലീപിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ച ശേഷമാവും ദിലീപിനെതിരെയും മറ്റു പ്രതികൾക്കെതിരെയും കുറ്റം ചാർത്തിയുള്ള വിചാരണ ആരംഭിക്കുന്നത്. അത് സംബന്ധിച്ച തീയതിയും അപ്പോൾ കോടതി തീരുമാനിക്കും. ആനന്ദ്. വിഷ്ണു, ഈ ദിലീപ് അടക്കം എല്ലാ പ്രതികളും ഇന്ന് ഹാജരാകാൻ കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ദിലീപ് ഇന്ന് ഹാജരാകാതിരുന്നത്? ദിലീപ് അവധിക്കുള്ള അപേക്ഷ കോടതിക്ക് സമർപ്പിച്ചിരുന്നു. ആ ഒരു അപേക്ഷ കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്നാലും ദിലീപ് ഇന്ന് ഹാജരായിരുന്നില്ല. ബാക്കി എല്ലാ പ്രതികളും, ദിലീപ് ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രതികളുമാണ് ഇന്ന് ഹാജരായത്. കൂടാതെ ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകൾ ലഭിക്കാനുണ്ട് എന്ന് തന്നെയാണ്. ഇതിൽ ഉൾപ്പെടുന്ന പ്രതിയായ ദിലീപ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നുണ്ട്. ഈ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതി ഒരു അന്തിമ വിധി അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടിയുടെ ഈ ഒരു ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു രേഖകളോ പ്രതിക്ക് വിട്ടു നൽകണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ വിധി ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് മെയ് 1-നായിരിക്കും ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ദിലീപിനെതിരെ കുറ്റം ചാർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. ശരി, വ്യക്തമാണ്. വിഷ്ണു പ്രസാദാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഏപ്രിൽ 10-ലേക്ക് മാറ്റി. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായത്തിനെതിരെ CPIM ഉൾപ്പെടെ വിവിധ സംഘടനകളാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഏപ്രിൽ 10-ന് കേസിൽ വിശദമായി വാദം കേൾക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. കേന്ദ്ര ഭരണകക്ഷിക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാർഗമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം എന്നാണ് CPIM അടക്കമുള്ള ഹർജിക്കാരുടെ വാദം. നിലവിലെ സംവിധാനം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഫണ്ട് സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തണം എന്നാണ് CPIMന്റെ ആവശ്യം. നാഷണൽ ഹെറാൾഡ് പത്രം പ്രവർത്തിക്കുന്ന ദില്ലിയിലെ കെട്ടിടം ഒഴിയണമെന്ന വിധി സുപ്രീംകോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഫെബ്രുവരി 28-ലെ ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ നാഷണൽ ഹെറാൾഡ് ഹൌസ് പാട്ടത്തിനെടുത്ത അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നഗരവികസന മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചു. പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അസോസിയേറ്റഡ് ജേർണലിനോട് കെട്ടിടം ഒഴിയാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ച കോൺഗ്രസിന് തിരിച്ചടി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് സുപ്രീം കോടതിയിൽ എത്തിയത്. PM നരേന്ദ്രമോദി സിനിമയുടെ റിലീസ് തടയണമെന്ന ആവശ്യം അടിയന്തരമായി പരിഗണിക്കാൻ ആകില്ലെന്ന് സുപ്രീം കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചിത്രമാണ് PM നരേന്ദ്രമോദി. ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വിഷയം ഇന്ന് കോടതിയുടെ മുൻപാകെ മെൻഷൻ ചെയ്യുകയായിരുന്നു ഹർജിക്കാർ. ഈ മാസം 12-നാണ് സിനിമയുടെ റിലീസിംഗ് തീരുമാനിച്ചിരുന്നത്. ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് അമൻ പൻവർ ആണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. പട്ടാമ്പി നഗരസഭയിലെ 17 അംഗങ്ങളെ അയോഗ്യരാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ ചട്ടപ്രകാരം ആസ്തി ബാധ്യതാ വിവരങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ സമർപ്പിക്കാതെ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 28-അംഗ നഗരസഭയിലെ 17 പേരെ അയോഗ്യരാക്കിയത്. ഇതിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടും. തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ 30 മാസത്തിനുള്ളിൽ സ്വത്ത് വിവരങ്ങൾ സമർപ്പിക്കണമെന്ന വ്യവസ്ഥ പാലിക്കാത്തവരെയാണ് അയോഗ്യരാക്കിയത്. ലാലു പ്രസാദ് യാദവിന്റെ ജാമ്യാപേക്ഷ അടുത്ത ബുധനാഴ്ച പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് വിഷയം ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ മെൻഷൻ ചെയ്തത്. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ ജാർഖണ്ഡിലെ ബിർസ മുണ്ട സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായിരിക്കെ 1990-നും 1997-നും ഇടയിൽ 900 കോടി രൂപ കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ട്രഷറികളിൽ നിന്ന് പിൻവലിച്ച് അഴിമതി നടത്തിയെന്ന് CBI കണ്ടെത്തിയിരുന്നു. നെടുമ്പാശ്ശേരിയിൽ വൻ സ്വർണ്ണവേട്ട. 2.25 കിലോ സ്വർണവുമായി ദോഹയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിനിയെയാണ് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടിയത്. പേസ്റ്റ് രൂപത്തിലാക്കി അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ ഡയപ്പറിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി നോക്കാം. LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ പൊതുപര്യടനം തുടരുന്നു. പേരാമ്പ്ര മണ്ഡലത്തിൽ ആവേശകരമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പൊതുപര്യടനത്തിനൊപ്പം കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. പേരാമ്പ്രയിലെ ഒരു ഗ്രാമത്തിൽ P ജയരാജനെ വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അതിൽ യുവാക്കളുടെ സാന്നിധ്യം കാണാം, യുവതികളുണ്ട്, പ്രായമായവരുണ്ട്, കൊച്ചു കുട്ടികൾ വരെ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ മലയോര മേഖലയിൽ നിന്നായിരുന്നു P ജയരാജന്റെ പര്യടനം ആരംഭിച്ചത്. ഓരോ കേന്ദ്രത്തിലും നൂറുകണക്കിന് പേർ പ്രിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കാനെത്തി. കൊടും ചൂടിനെ പോലും വകവെക്കാതെയായിരുന്നു വോട്ടർമാർ P ജയരാജനെ സ്വീകരിക്കാനെത്തിയത്. പ്രായമായവരും കുട്ടികളും യുവതി യുവാക്കളുമെല്ലാം സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. വടകര തിരിച്ചുപിടിക്കുമെന്ന് P ജയരാജൻ പറഞ്ഞു. വടകര ഇത്തവണ തിരിച്ചുപിടിക്കും. അത് ഇത്രയും ദിവസങ്ങളിലെ പ്രവർത്തനാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ പറ്റും. വടകര ഇപ്പോൾ ഈ തവണ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും, നല്ല ഭൂരിപക്ഷത്തോടെ. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പൊതുപര്യടനത്തിനൊപ്പം കുടുംബയോഗങ്ങളിലും പങ്കെടുത്താണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. NDA സ്ഥാനാർത്ഥി VK സജീവനും പൊതുപര്യടനം ആരംഭിച്ചു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ, കോഴിക്കോട്. ഇന്നസെന്റിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച കുട്ടികളുടെ കലാസംഘം. പെരുമ്പാവൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ് തെരുവ് നാടകവും പാട്ടുകളുമായി ബാലസംഘം കൂട്ടുകാർ എത്തിയത്. രാജ്യത്തെ സമാധാനം നശിപ്പിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായ പ്രചരണം കാണാൻ നാട്ടുകാരും ഒത്തുകൂടി. വെമുല മുതൽ ജമ്മു കാശ്മീരിലെ ആസിഫ വരെ കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യത്തെ ബാല്യങ്ങളുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തിയ സംഘപരിവാർ രാഷ്ട്രീയത്തെ കുട്ടികൾ വരച്ചുകാട്ടി. ആ കള്ള മാപ്പിളയുടെ കഥ ഇന്ന് തീരണം. ഇന്ത്യ ഹിന്ദുവിന്റെ ഭാരത് മാതാ കീ ജയ്. പശുവർച്ചയല്ലേ ഞങ്ങളുടെ ഗോമാതാവിനെ കൊന്ന അവിശ്വാസി വേനൽ തുമ്പി കലാജാഥകളുമായി എല്ലാ അവധിക്കാലത്തും ബാലസംഘം എത്താറുണ്ട്. എന്നാൽ ഇടമഴ പെയ്തു തണുത്ത പെരുമ്പാവൂരിൽ ഇക്കുറി വേനൽ തുമ്പികൾ എത്തിയത് ഇന്നസെന്റിന് വേണ്ടിയായിരുന്നു. രാജ്യത്തെ 5 വർഷം കൊണ്ട് തകർത്തെറിഞ്ഞ മോദി സർക്കാരിന്റെ നോട്ട് നിരോധനവും കർഷക ആത്മഹത്യയും സ്ത്രീ പീഡനങ്ങളും എല്ലാം കുട്ടികൾ കഥകളായും കവിതകളായും നാടകങ്ങളായും അവതരിപ്പിച്ചു. രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക കൈകളിലേന്തി പിൻപേ വരുന്നവർക്കു വേണ്ടി അലകടലിൻ ഉച്ചത്തിൽ ആർത്തു വിളിച്ചവൻ അഭിമന്യു. കുട്ടികളുടെ പരിപാടിക്ക് വലിയ ജനപിന്തുണയാണ് പെരുമ്പാവൂരിൽ ലഭിച്ചത്. ബസ്സിൽ കടന്നു പോകുന്ന യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരും വാഹനം നിർത്തി പരിപാടികൾ ആസ്വദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചരിത്ര ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ. കോട്ടയം നിയോജക മണ്ഡലത്തിലെ പനച്ചിക്കാട്, വിജയപുരം, കോട്ടയം നഗരസഭ എന്നിവിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പനച്ചിക്കാട് പഞ്ചായത്തിലെ ചാന്താനിക്കാട് നിന്നായിരുന്നു പര്യടന തുടക്കം. വാദ്യമേളങ്ങളും കരിമരുന്ന് പ്രയോഗവും ഒരുക്കി നാട്ടുകാർ സ്വീകരണം ഉത്സവമാക്കി. കോട്ടയം MLA ആയിരുന്നപ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ VN വാസവന്റെ ജനകീയതയ്ക്കുള്ള അംഗീകാരമായിരുന്നു ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും ലഭിച്ചത്. സ്ത്രീകളും കുട്ടികളും തൊഴിലാളികളുമെല്ലാം രക്തഹാരമണിയിച്ചും കാർഷികോൽപ്പന്നങ്ങൾ കൈമാറിയും പരിചയം പുതുക്കിയും സ്ഥാനാർത്ഥിയെ വരവേറ്റു. ചരിത്ര വിജയത്തിലേക്ക് ഉറച്ച പിന്തുണയുമായി ഒപ്പമുണ്ടെന്ന വിളംബരമായി മാറി VN വാസവന്റെ മണ്ഡല പര്യടനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാത്ത പാപ്പരായ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം SRP. രാഹുൽ ഗാന്ധിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കം തുടങ്ങിയെന്നും തർക്കം ഇനിയും മൂർച്ഛിക്കുമെന്നും SRP പറഞ്ഞു. CPIMനെതിരെ ഒന്നും പറയാനില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ച ചെന്നിത്തലയുടെ നടപടിയോട് പ്രതികരിക്കുകയായിരുന്നു SRP. അതായത് ചെന്നിത്തലയും രാഹുലും തമ്മിൽ തർക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശക്തിപ്പെടും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും രാഹുൽ വന്നതിൽ വലിയ തർക്കമുണ്ട്. രാഹുൽ വരാനിട വന്നത് തന്നെ തർക്കത്തെ തുടർന്നാണ്. ആ തർക്കം ഇനിയും മൂർച്ഛിക്കും.